ഒരാളുടെ ബ്രെയിനിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് അയാളുടെ ടോട്ടൽ ബോഡി വെയിറ്റിന്റെ 2% ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നീ 70 കിലോഗ്രാം ഉണ്ടെങ്കിൽ അപ്രോക്സിമേറ്റ്ലി ഒരു 1.4 കിലോഗ്രാമേ നിന്റെ ബ്രെയിനിന്റെ വെയിറ്റ് ഉണ്ടാവുള്ളൂ. പക്ഷേ നിന്റെ ബ്രെയിൻ ഒരു ദിവസം കൺസപ്ഷൻ ചെയ്യുന്ന കലോറി 20% ആണ്. ഫോർ എക്സാമ്പിൾ നീ 1000 കിലോ കലോറീസ് ഒരു ദിവസം കൺസ്യൂം ചെയ്തു എന്ന് വിചാരിക്കുക. അതിൽ 200 കലോറി ബ്രെയിനാണ് കൺസ്യൂം ചെയ്യുന്നത് അതിൻ്റെ ആക്ടിവിറ്റീസിന് വേണ്ടി. ഇതിലെ മേജർ കോൺട്രിബ്യൂഷൻ ചെയ്യുന്നത് 2 കാര്യങ്ങളാണ്. ഒന്ന് വിഷ്വൽ, പിന്നൊന്ന് പ്രോപ്രയോസെപ്ഷൻ. വിഷ്വൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കാഴ്ചകളാണ്. കണ്ണ് തുറന്നിരിക്കുന്ന സമയത്ത് നമ്മൾ എല്ലാ ഇമേജസും ക്യാപ്ചർ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഇതൊക്കെ ബ്രെയിൻ പ്രോസസ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പം ബ്രെയിൻ കലോറി കൺസ്യൂം ചെയ്തുകൊണ്ടേയിരിക്കും. അതേപോലെ രണ്ടാമത്തെയാണ് പ്രോപ്രയോസെപ്ഷൻ. പ്രോപ്രയോസെപ്ഷൻ എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നമ്മളുടെ ബോഡിയുടെ എല്ലാ മൂവ്മെന്റ്സും, ഒരു സ്പേസിലുള്ള ബോഡിയുടെ മൂവ്മെന്റ്സ് എല്ലാം ബ്രെയിൻ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇവിടെ ഒരു മഗ് ഇരിക്കുന്നുണ്ട്. ആ മഗ് നീ കൈകൊണ്ട് എടുക്കാൻ പോവുകയാണെങ്കിൽ ആ മഗ്ഗിലേക്ക് എത്ര ഡിസ്റ്റൻസ് ഉണ്ട്, ആ മഗ്ഗിൽ ചായ ഉണ്ടെങ്കിൽ അത് എത്ര ഫോഴ്സിൽ എടുക്കണം. നീ ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ ഒരു വണ്ടി ഫ്രണ്ടിൽ വരുന്നുണ്ട്, അപ്പോൾ ആ വണ്ടിയിൽ ഞാൻ ഇടിക്കാതിരിക്കണമെങ്കിൽ എത്ര സ്പീഡിൽ പോയി എപ്പോൾ ബ്രേക്ക് പിടിച്ച് എപ്പോൾ ടേൺ ചെയ്യണം. ഇങ്ങനെ കോൺസ്റ്റന്റ്ലി ബ്രെയിൻ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഇതിനാണ് പ്രോപ്രയോസെപ്ഷൻ എന്ന് പറയുക.